പലരുടെയും പല ഡൗട്ടുകളും നമ്മളത് ക്ലിയർ ചെയ്യുകയാണ്. സോഷ്യൽ മീഡിയയിലാകെ ഇപ്പോൾ വളരെ വൈറലാണ് മെസ്സി ആ പെപ് ടോക്കിൽ എന്താണ് പറഞ്ഞത്, മെസ്സി താരങ്ങളോട് എന്താണ് പറയുന്നത്, എന്താണ് പ്രശ്നം എന്നൊക്കെ നമ്മൾ പക്ഷേ ആളുകളൊന്നും അറിയാതെ പല കാര്യങ്ങളും പടച്ചു വിടുന്നുണ്ട്. പക്ഷെങ്കിൽ ഒന്നും കാര്യം അറിയാതെ ആരും ഒന്നും പടച്ചു വിടാതിരിക്കുക, അതേ പറയാനുള്ളൂ. എന്താണ് മെസ്സി പറഞ്ഞതിൻ്റെ ഉദ്ദേശവും, മെസ്സി എന്തുകൊണ്ട് അല്ലെങ്കിൽ ഫൈനലിന് മുമ്പ് എന്തോ പ്ലാനിങ് ഉണ്ടായിരുന്നു, അങ്ങനെ തോറ്റാണ് ഇങ്ങനെ തോറ്റാണെന്നൊക്കെ പറയുന്നതിൽ നല്ലത് സത്യം അറിഞ്ഞിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, നിങ്ങൾ സത്യം അറിയാൻ ശ്രമിക്കുക, സത്യം അറിഞ്ഞിട്ട് കാര്യങ്ങൾ പറയുക. അതിനകത്തൊന്നും നടന്നിട്ടില്ല. ആ പെപ് ടോക്കിൽ മെസ്സി എന്താണ് പറയുന്നത് എന്നുള്ളത് ആ ഒരു വീഡിയോയിൽ അല്ലെ ആ ഒരു TYC സ്പോർട്സ് ഒക്കെ വളരെ വലിയ രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവം, മെസ്സി എന്താണ് പറയുന്നത് എന്നൊക്കെ ഉള്ളത്. ഇത് വലിയ വൈറൽ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല. മെസ്സി പറയുന്നത് ഇത്രയേ ഉള്ളൂ. മെസ്സി ടീമിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: കാം ഡൗൺ ഗൈസ്, സ്റ്റേ കാം ഡൗൺ, ലെറ്റ്സ് തിങ്ക് ഓൺലി ബട്ട് പ്ലേയിങ്, ലെറ്റ്സ് ഫോർഗെറ്റ് എവറിത്തിങ്, ലെറ്റ്സ് ജസ്റ്റ് പ്ലേ എന്നാണ് മെസ്സി പറയുന്നത്. ഇതിലെന്താണ് വലിയ സംസാരിക്കാനുള്ള കാര്യങ്ങളെന്നോ എന്താണ് വലിയ ഗൂഢാലോചനയായിട്ടുള്ള കാര്യങ്ങളെന്നൊന്നും നമുക്കറിയത്തില്ല. ഇവരെന്താണ് പടച്ചു വിടുന്നതെന്ന് നമുക്കറിയത്തില്ല. മെസ്സി പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇങ്ങനെയാണ്. മെസ്സി ഇതാണ് പറഞ്ഞത്: ശാന്തരാകുക കൂട്ടുകാരെ, ശാന്തരായിരിക്കുക, കളിയെക്കുറിച്ച് മാത്രം ചിന്തിക്കാം, ബാക്കിയുള്ളതെല്ലാം നമുക്ക് മറക്കാം, നമുക്ക് എന്നിട്ട് കളിക്കാം എന്നാണ് പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്നതാണ്. എല്ലാം മറക്കാം, നമുക്ക് മുമ്പുള്ള കാര്യങ്ങളെല്ലാം മറക്കാം, ഫൈനൽ മുമ്പുള്ള കാര്യങ്ങൾ മറക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള എല്ലാം വിട്ടിട്ട് നമുക്ക് കളിയിലേക്ക് ശ്രദ്ധിക്കാം എന്നാണ് മെസ്സി പറയുന്നത്. അല്ലാതെ കളിക്ക് മുമ്പ് എന്തോ വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്, നിങ്ങളതെല്ലാം മറക്കുക എന്നല്ല പറയുന്നത്. നിങ്ങൾ കളിക്ക് മുമ്പ് എന്തായാലും നമ്മൾ ഒരു കാര്യം പോകുമ്പോൾ പറയാം, നീ അതെല്ലാം മറക്ക്, അതെല്ലാം മറന്നിട്ട് നമുക്ക് ഇപ്പോൾ ഇത് ശ്രദ്ധിക്കാം അത് സാധാരണയായിട്ട് നമ്മളെല്ലാം സംസാരിക്കുന്ന ഓരോ വാക്കുകളാണ് അതൊക്കെ. അതിന് വലിയ ഒരു ഹൈപ്പ് കൊടുത്ത് ഇത് വലിയൊരു വൈറൽ ഇഷ്യൂ ആക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. മെസ്സി പറയുന്നത് ഇങ്ങനെയാണ് മെസ്സി പറയുന്നത്: ശാന്തരാകുക കൂട്ടുകാരെ, ശാന്തരായിരിക്കുക, കളിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ബാക്കിയുള്ളതെല്ലാം നമുക്ക് മറക്കാം, നമുക്ക് കളിക്കാം എന്നാണ് മെസ്സി പറയുന്നത്. അതിനകത്ത് വലിയ തെറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിലെ ലെറ്റ്സ് ഫോർഗെറ്റ് എവറിത്തിങ് എന്ന പ്രയോജനമാണ് ആ ഒരു വാചകമാണ് കൂടുതൽ വൈറലായിരിക്കുന്നത്. നമുക്കെല്ലാം മറക്കാം എന്നുള്ള ആ ഒരു അതാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. അത് കൂടുതൽ വൈറലാക്കേണ്ട കാര്യമൊന്നുമില്ല. കളിക്ക് മുമ്പുള്ള കാര്യങ്ങളോ അല്ലെ എന്തോ ആയിക്കോട്ടെ, അതെന്തുമായാലും അത് മറന്നിട്ട് നമുക്ക് കളിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അത് കളിയെ ബാധിക്കണ്ട. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഒരു രീതിയിൽ എങ്ങനെ പോകാമെന്നാണ് മെസ്സി ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം. പലരും തെറ്റായാണ് അത് വ്യാഖ്യാനിച്ചത്. ടീമിൽ പ്രശ്നമുണ്ടായിരുന്നു, കളിക്കാർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു, എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചത് അവർ. ഇതൊക്കെ അതാ പറയുന്നത്, സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ ചുമ്മാ ഒരു കാര്യമില്ലാതെ ഒന്നും അറിയാതെ ചുമ്മാ പടച്ചു വിടുന്ന ഓരോ വാക്കുകൾ മെസ്സി പോലും അറിഞ്ഞു കാണത്തില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കാര്യം. പക്ഷെ പിന്നീട് അലക്സിസ് മെക്കലിസ്റ്ററിൻ്റെ പിതാവ് വ്യക്തമാക്കി, മെസ്സി പറഞ്ഞത് ടീമിലെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് പുറത്തെ സമ്മർദ്ദം, സോഷ്യൽ മീഡിയ, പിന്നെ ഫൈനലിൻ്റെ സമ്മർദ്ദം എന്നിവ മറന്ന് കളിയിൽ മാത്രം ശ്രദ്ധിക്കുക എന്നായിരുന്നു മെസ്സി പറഞ്ഞതെന്ന് അലക്സിസ് മെക്കലിസ്റ്ററിൻ്റെ പിതാവ് അവിടെ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് ഡ്രസ്സിംഗ് റൂമിൽ അവർ സംസാരിച്ചത് പന്ത് നിലത്തുകൂടി കളിക്കുക, പാസ് ചെയ്യുക, ട്രാക്കുകൾ ഉണ്ടാക്കുക, ലോങ് ബോളുകൾ അടിക്കാതിരിക്കുക എന്നിങ്ങനെയുള്ള തന്ത്രങ്ങളെക്കുറിച്ചാണ് അവർ ആ ഒരു ഡ്രസ്സിംഗ് റൂമിൽ ഒരു പെപ് ടോക്കായിട്ട് സംസാരിച്ചത്. പിന്നെ അതായത് ഇപ്പോഴുള്ള വിശ്വസനീയമായ വിവരങ്ങൾ പ്രകാരം മെസ്സി ആ പെപ് ടോക്കിൽ തന്ത്രപരവും പ്രചോദനപരവുമായ സന്ദേശം ആയിരുന്നു നൽകിയത്. ടീമിൽ പല ആഭ്യന്തര ഉണ്ടാകുന്നതിന് അത് തെളിവല്ല. കാരണം മെസ്സി അവിടെ സംസാരിച്ചത് കളിയിലെ തന്ത്രങ്ങളെക്കുറിച്ചും കളിക്ക് മുമ്പ് ശാന്തരാകുക എന്നതിനെക്കുറിച്ചൊക്കെയാണ്. അതിലിപ്പോൾ കൂടുതലായിട്ട് വലിയ അതിൽ വലിയ പ്രശ്നമുണ്ടെന്നോ കളിക്കാർ തമ്മിൽ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതൊക്കെയാണ് അവിടെ ഇപ്പം നടക്കുന്നത്. ഇതാണ് യഥാർത്ഥ സത്യം.
ആരും പടച്ചു വിടുന്ന കള്ളങ്ങളൊന്നും ആരും വിശ്വസിക്കാതിരിക്കുക, യഥാർത്ഥ സത്യം അറിയുക. ഇത് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്ന, അർജൻറ്റീന TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നൊരു റിപ്പോർട്ടാണ്. ഇതിൽ സത്യം മാത്രമാണ് തെളിയുന്നത്. അത് പ്രശ്നം ഒരു തോന്നാനുള്ള ഒരു തെളിവ് ഇതിനകത്തില്ല. ഓക്കെ, അന്നേരം എല്ലാവരും ഇതറിയാം, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.